ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുമ്പിടിയിൽ ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിൽ ഫുള്ളായിട്ട് വീടിൻ്റെ ഇതൊന്നും കാണിച്ചിട്ടില്ലല്ലോ. കയറി വരുമ്പോൾ തന്നെ വലിയൊരു മുറ്റാണ്. ഇതിന് മുറ്റം അടിച്ചു വരാൻ ഞാനും അമ്മയും ഇതിൻ്റെ പാട് അത് ഭയങ്കരമാണ്. പിന്നെ ഇത് വണ്ടി ഇടാനുള്ള ഷെഡുണ്ട്. പിന്നെ നേരെ ചെല്ലുന്നത് നമ്മുടെ സിറ്റൗട്ടിലേക്കാണ്. ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിശ്രമവേളകൾ അനന്തരമാക്കാൻ ഞങ്ങൾ ഇവിടെ കൂടുന്നു. പിന്നെ ഇത് എല്ലാവരുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. നേരെ കയറി ചെല്ലുന്നത് പൂജാ റൂമിലേക്കാണ്. ഇവിടെ പല വിഗ്രഹങ്ങളുണ്ട്. പിന്നെ നിലവിളക്കുണ്ട്. പിന്നെ മയിൽപ്പീലി, വിളക്കത്തിരിക്കുന്ന തിരികളും ചന്ദനത്തിരിയും ഭസ്മവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പൂജാ റൂമാണ്. പലരും പളനി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മേടിച്ച ഫോട്ടോ ഫ്രെയിം കാണുന്നുണ്ട്. പിന്നെ കിടക്കുന്നത് മെയിൻ ഹോളിലേക്കാണ്. അവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയാണ് എല്ലാവരും ഒത്തിരുന്ന് കഴിക്കുക. പിന്നെ അവിടെ ഒരു സെറ്റുണ്ട്. സെറ്റിയുടെ നേരെയായിട്ട് ഒരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ സ്പീക്കറും ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ അലമാര എല്ലാ ഡ്രസ്സും എടുത്ത് വെക്കാണ്. ഇതാണ് ഞങ്ങളുടെ ചെറിയ റൂം. ഇതിൽ അലമാരയും കട്ടിലും ഉണ്ട്. പിന്നെ ഇതുള്ളത് അനിയന്മാരെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത സ്റ്റിക്കറാണ് കല്യാണത്തിന് മുമ്പ്. ഇത് കണ്ടാൽ ഒരു ഒറിജിനലാണെന്ന് തോന്നും, പെയിൻറ്റ് ചെയ്തതുപോലൊക്കെ. പക്ഷേ അത് ഒറിജിനലല്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതൊരു 3D ഫോട്ടോസാണ്. പക്ഷേ ഇത് കണ്ടാൽ 3D ആണെന്ന് തോന്നില്ല. കയ്യിലെടുക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ, പിന്നീടിടുമ്പോൾ അറിയില്ല. പിന്നെ വന്നിരിക്കുന്നത് ഇത് അടുക്കള കാണുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ അലമാരയാണ്. രാജാറാണി അലമാര എന്ന് പറഞ്ഞത്. ഇത് പല ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് അപ്പുറം ഇപ്പം നിന്ന് വലിയ ആടി കൂടാതെ നിന്ന് ഒരുങ്ങാനുള്ള ഒരു കണ്ണാടി നോക്കാനും പറ്റും. ഈ അലമാര എങ്ങനെ ഇതിലേക്ക് ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾക്ക് അത്ഭുതം. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ട് വേറൊരു റൂമുണ്ട്. അവിടെയാണ് അനി കിടക്കുന്നത്. അവൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ഉറക്കമാണ്. അദ്ദേഹത്തെ ആ റൂമിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വാർപ്പിലേക്ക് ഒരു സ്റ്റെയർ ഉണ്ട്. പിന്നെ ആ കട അടച്ചിട്ടേക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ പാത്രങ്ങൾ എടുത്ത് വെക്കാൻ ഷെൽഫുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ വരുന്നത് 2 അടുക്കളയായിട്ടാണ്. ഒന്നാമത്തെ അടുക്കള ഭാഗത്ത് വരുന്നത് ഗ്യാസ് സ്റ്റൗവും പിന്നെ പൊടികൾ ഇട്ട് വെക്കാൻ അതിനോട് ചേർന്നിട്ടുള്ളൊരു ഷെൽഫും ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ അടുക്കള. അടുക്കളയിലേക്ക് അവിടെ വിറകടുപ്പുണ്ട്. പിന്നെ അരി, ഗോതമ്പ് അങ്ങനെയൊക്കെ എടുത്ത് വെക്കാനുള്ള ബക്കറ്റുകൾ അവിടെ താഴെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, പുകയൊന്നും പിടിക്കാതിരിക്കാനും പേപ്പർ ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് സ്ലാബിനടിയിൽ. പിന്നെ നേരെ ചെല്ലുന്നത് കിണറുള്ള മുറ്റത്തേക്കാണ്. ഈ കിണർ ഒരിക്കലും ഉണക്ക് കാലത്ത് പോലും പറ്റില്ല. നല്ല ആഴമുള്ള കിണറാണ്. ശുദ്ധമായ വെള്ളമാണ് ഇതിൽ നിന്ന് കിട്ടാറുള്ളത്. പിന്നെ ഇലകളൊക്കെ വീഴാതിരിക്കാനായിട്ട് വലയൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ മുറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാത്റൂം ഉണ്ട്. കോമൺ ബാത്റൂമാണ്. പിന്നെ അലക്കുകല്ല് ഉണ്ട്. പിന്നെ താഴെ പറമ്പിൽ തെങ്ങ്, വാഴ അങ്ങനെയുള്ള ഇതൊക്കെ നിൽക്കുന്ന ഒരു പറമ്പാണ്. ഇത് ഞങ്ങൾ ചെയ്ത ബോട്ടിലാർട്ടാണ്. ഇതിന് 2 മാത്രം അത് ആ പൂവുള്ളതും പിന്നെ വേറൊന്നും മാത്രം 2 ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി അതിന് സിബി ചെയ്തതാണ്. വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുട്ടിപ്പോക്ക്. പിന്നെ അടുക്കളയിൽ തന്നെയായിട്ട് കണ്ണാടിയിലുള്ള ഒരു വാഷ് ബേസിനുണ്ട്. അതവിടെ ഉള്ളത് ഏറ്റവും പ്രയോജനമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറിയ നോക്കാമല്ലോ. ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും വീട്ടിൽ കാണിച്ചത് തോന്നുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.